ഓർഡർ റൂൾ 50. തലശ്ശേരി എരഞ്ഞോളി കുടക്കളത്ത് സ്റ്റീൽ ബോംബ് പൊട്ടി കുടക്കളം സ്വദേശി മരണപ്പെട്ടതിനെ തുടർന്ന് ജനങ്ങളിൽ ആശങ്ക ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ സണ്ണി ജോസഫ്, പി ഉബൈദുള്ള, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, കണ്ണൂർ കുടക്കളം സ്വദേശി വേലായുധൻ 18/6/2024 ഉച്ചക്ക് 12 മണിയോടെ വീടിന് സമീപത്തെ കണ്ണോളി മോഹൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കിട്ടിയ സ്റ്റീൽ വസ്തു പരിശോധിക്കുന്നതിനിടെ അത് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ് മരണപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവമുണ്ടായി. പോലീസ് ഇക്കാര്യത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ഉൾക്കൊള്ളിച്ച് ക്രൈം നമ്പർ 607/2024 തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരുന്നു. പാനൂരിൽ ഈയിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഊർജിത അന്വേഷണം നടത്തി കുറ്റക്കാരായ 15 പേരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും മറ്റും തടയുന്നതിന് ശക്തമായ നടപടികളും പരിശോധനയുമാണ് പോലീസ് നടത്തിവരുന്നത്. ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും അനധികൃത നിർമ്മാണവും ശേഖരണവും തടയുന്നതിനും കണ്ടെത്തുന്നതിനുമായി ക്വാറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരന്തരം റെയ്ഡുകൾ നടത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയെ ഉൾപ്പെടുത്തി വ്യാപകമായ വാഹന പരിശോധനകളും പെട്രോളിങ്ങും നടത്തി വരുന്നു. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവൃത്തിയെയും തടയുന്നതിന് ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്ത് ബോംബ് നിർമ്മാണവും മറ്റും നടത്തുന്നവർക്കെതിരായി മുഖം നോക്കാതെ നടപടിയെടുക്കാനും സംഭവങ്ങൾ അമർച്ച ചെയ്യുവാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ ഊർജിതമായ പരിശോധനകൾ നടത്തുന്നതാണ്. ആ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല. ശ്രീ സണ്ണി ജോസഫ്. സാറേ, ബഹുമാന്യ മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം, കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഭവങ്ങൾ, ഗുരുതരമായ സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെയും അങ്ങയുടെയും എൻ്റെയും ജില്ലയാണ് കണ്ണൂർ ജില്ല. ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കേരള നിയമസഭയുടെ വേദിയിൽ സമ്മതിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു. തലശ്ശേരിയിലെ സംഭവം ഒറ്റപ്പെട്ടതല്ല. ഇവിടെ വേലായുധന് 85 വയസ്സ് കഴിഞ്ഞ ഒരു പാവപ്പെട്ടയാണ്. മോഹൻദാസിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പൂട്ടിക്കിടക്കുന്നതാണ്. മോഹൻദാസിനെ നമുക്കറിയാം, പലർക്കും അറിയാവുന്നതാണ്. ചെറുപ്പകാലത്തെ KSU പ്രവർത്തകനാണ്. പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭാര്യ വേറൊരു വീട്ടിലാണ്. ആ വീട് പൂട്ടിക്കിടക്കുന്നു. അതിനടുത്ത് കർഷക സംഘത്തിൻ്റെ ഓഫീസുണ്ട്, പഞ്ചായത്ത് ഓഫീസുണ്ട്. അവിടെ ബോംബ് കൊണ്ട് വെച്ചതാണ്. അദ്ദേഹം ഈ പറമ്പിൽ തേങ്ങ വറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കയറി ഈ സ്റ്റീല് സാധനം കിട്ടുന്നു. അതെന്താണെന്ന് അറിയാതെ ഒരു സാധാരണക്കാരൻ 85 വയസ്സുകാരൻ അത് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. അത് സ്ഫോടനമായി അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്ക് പറ്റി. അദ്ദേഹം മരണപ്പെടുന്നു. ഒറ്റപ്പെട്ട സംഭവമല്ല. അതിനുശേഷം പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ഇതവിടെ കൊണ്ടുവച്ച ആളുകൾ തന്നെ സംഭവ സ്ഥലം വളഞ്ഞ് അവിടെ ബാക്കി എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ ബോംബുകളുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് മാറ്റി ഉടച്ചു മാറ്റി തെളിവുകൾ നശിപ്പിച്ചതിന് ശേഷമാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തുന്നത്. പല സ്ഥലത്ത് നടക്കുന്ന അതാണ്. 2 വർഷം മുൻപ് ഇതേ നിയമസഭയിൽ ഇതേ മുഖ്യമന്ത്രിയുടെ മുൻപാകെ ഞാൻ തന്നെ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ചാവശ്ശേരിയിൽ ആസാം സ്വദേശികളായ യാക്രി സാധനങ്ങൾ പെറുക്കി വിറ്റ് ജീവിക്കുന്ന ആളുകൾ 2 പേര്, അവർക്ക് 45 വയസ്സുകാരൻ, മകൻ 20 വയസ്സുകാരൻ, ഇവർക്ക് 2 പേർക്കാണ് ഗുരുതരമായിട്ട് ഒരു സാധനം കിട്ടി, സ്റ്റീൽ ഒരു സാധനം കിട്ടി മാത്രം. അതവരെന്താണെന്ന് അറിയാതെ അവർ പൊട്ടിച്ചു നോക്കി, വലിയ സ്ഫോടനം ഉണ്ടായി. 2 പേര് സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. മറ്റൊരു സഹോദരനുണ്ടായിരുന്നു. ഈ മൃതശരീരം കൊണ്ടാണ് അദ്ദേഹം ആസാമിലേക്ക് പോയത്. ഈ സഭയിൽ ഞാൻ അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ചപ്പോഴാണ് ഇതേപോലെ ഏതാണ്ട് ഒരു മറുപടിയാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. എത്രയെത്ര സംഭവങ്ങൾ അന്നും ചൂണ്ടിക്കാട്ടിയ സംഭവങ്ങളാണ്. തില്ലങ്കേരിയിൽ ഓമന എന്ന ഒരു
തൊഴിലുറപ്പിന് പോകുന്ന തൊഴിലാളിയാണ്. തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് അവരൊരു റോഡിൻ്റെ കാന വൃത്തിയാക്കുകയാണ്. ഡ്രെയിനേജ് വൃത്തിയാക്കുമ്പോൾ തൂമ്പെടുത്ത് കളച്ചപ്പോൾ എന്തോ സാധനത്തിൽ തട്ടി പൊട്ടി. ബോംബായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ബോംബ് പൊട്ടി. അവർ ഇരിട്ടി ആശുപത്രിയിലായിരുന്നു. ചാനലുകൾ അവരുടെ ഈ പരിക്ക് പറ്റിയ അവസ്ഥ, പിന്നീട് തൊഴിലുറപ്പിന് പോകാൻ പറ്റാത്ത അവസ്ഥ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതാണ്. പാനൂരിൽ തന്നെ അമാവാസി എന്ന അന്യസംസ്ഥാന ബാലൻ, അദ്ദേഹത്തിന് കളിക്കുന്നതിനിടയിൽ ആ കുട്ടിയാണ് അമാവാസി, കളിക്കുന്നതിനിടയിൽ ഒരു ചെറിയൊരു പാത്രം കിട്ടി. ആ പാത്രം തുറക്കാൻ വേണ്ടി അമ്മ കാളിയിലെടുത്ത് കൊടുത്തു. അമ്മ നോക്കിയിട്ട് തുറക്കാൻ പറ്റിയില്ല. ഈ ബാലൻ തന്നെ അത് കുത്തിപ്പൊട്ടിച്ചു. ആ കുത്തിപ്പൊട്ടിക്കുന്നതിനിടയിൽ സ്ഫോടനം ഉണ്ടായി. അവൻ്റെ കണ്ണും കൈയുമാണ് പോയത്. പിന്നീട് നാട്ടുകാരെ പിരിവെടുത്തിട്ടാണ് ഈ അമാവാസിയെ ചികിത്സിച്ച് അല്പമെങ്കിലും ഒരു ഭേദമുണ്ടായത്. ആ കുട്ടിക്കാണ് നമ്മളുടെ സുഗതകുമാരി ടീച്ചർ പൂർണ്ണചന്ദ്രൻ എന്ന് പേര് വിളിച്ചത്. ഈ അമാവാസി എന്ന കുട്ടിക്കാണ്. ഒറ്റപ്പെട്ട സംഭവമല്ല. പാനൂരിൽ ഒരു സ്കൂൾ അധ്യാപകൻ, CPM പ്രവർത്തകനായ ഒരു സ്കൂൾ അധ്യാപകൻ, നമുക്കെല്ലാം അറിയുന്ന ഒരു സ്കൂൾ അധ്യാപകൻ, അദ്ദേഹം സ്കൂളിൻ്റെ സ്റ്റാഫ് റൂമിൽ കൊണ്ട് ബാഗ് വെച്ചു. ബാഗ് ആരോ തട്ടിയിട്ട് താഴെ വീണു. ആ ബാഗിൽ നിന്ന് ബോംബ് പൊട്ടി. ഒരു അധ്യാപകൻ്റെ ബാഗിൽ നിന്ന് ബോംബ് പൊട്ടുന്ന സംഭവം പാനൂരിലുണ്ടാകുന്നു. ചാവശ്ശേരിയിലെ പടിക്കച്ചാലിലെ ശ്രീധരൻ എന്ത് ചെയ്തു? ശ്രീധരൻ്റെ വീടിനടുത്തൊരു ബോംബ് പൊട്ടി. ശ്രീധരൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ അങ്ങോട്ട് ഓടിച്ചെന്നു. അദ്ദേഹത്തിനും ആ സംഭവത്തിൽ വീണ്ടും ഏറുണ്ടായി. അദ്ദേഹത്തിന് പരിക്ക് പറ്റി, കാല് നഷ്ടപ്പെട്ടു. ഞാൻ പോയി കണ്ടതാണ് പടിക്കച്ചാലിലെ. എത്ര സംഭവങ്ങൾ! പെരിങ്ങത്തൂർ പാലത്തിനടിയിൽ ബോംബ് സൂക്ഷിച്ചിരുന്നു. ആ ബോംബാണ് ഒരു അന്യസംസ്ഥാനത്തെ ഒരു കുട്ടി എടുത്തിട്ട് അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി. എത്ര സംഭവങ്ങൾ! ഇരിട്ടിയിൽ ഒരു BJP പ്രവർത്തകൻ പട്ടാളത്തിൽ ജോലി കിട്ടിയപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് വീട്ടു പറമ്പിലോ മറ്റോ സൂക്ഷിച്ചിരുന്ന ബോംബ് എടുത്ത് നശിപ്പിക്കാൻ, നിർവീര്യമാക്കാൻ നോക്കി. അതിനെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ബോംബ് പൊട്ടി കണ്ണും കാലും നഷ്ടപ്പെട്ടു. പട്ടാളത്തിലെ ജോലി നഷ്ടപ്പെട്ടു. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല സാർ. നമുക്കെല്ലാം അറിയാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള പാർലമെന്റ് ഇലക്ഷൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്, പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് പാനൂരിൽ DYFI പ്രവർത്തകൻ അഡ്മിറ്റഡ്ലി എവിഡൻലി തെളിഞ്ഞ കാര്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. DYFI പ്രവർത്തകൻ ഷെറിൻ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി പരിക്ക് പറ്റി മരണപ്പെട്ടത്. ഷെറിൻ മരണപ്പെട്ടു. പോലീസ് കേസ് മുഖ്യമന്ത്രിയോടെ പറഞ്ഞു. ആദ്യം എന്തായിരുന്നു പാർട്ടിയുടെ നിലപാട്? ഒരു മാഷെ DYFIനെ തള്ളി പറഞ്ഞു. പരിക്ക് പറ്റിയ ആൾ അവിടെ കൊണ്ടുപോയി. ആദ്യം കോഴിക്കോട്ടെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നീട് തലശ്ശേരിയിൽ നമുക്കെല്ലാം അറിയുന്ന CPM നിയന്ത്രണത്തിലുള്ള തലശ്ശേരി സഹകരണ ആശുപത്രിയിലാണ് പരിക്ക് പറ്റിയ ആളുകളെ രഹസ്യമായിട്ട് ചികിത്സിക്കുന്ന. നമുക്ക് പത്രക്കാർക്ക് കാണാൻ കഴിയില്ല, ചാനൽക്കാർക്ക് കാണാൻ കഴിയില്ല, ബന്ധുക്കൾക്ക് പോലും കാണാൻ കഴിയില്ല. പാർട്ടി നേതാക്കന്മാർ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചികിത്സ പോലും ക്രമീകരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ പാനൂർ ചെറ്റക്കണ്ടിയിൽ 2 CPM പ്രവർത്തകർ ഷൈജുവും സുബീഷും വർഷങ്ങൾക്ക് മുമ്പാണ്, 2015 ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി അവർ മരിച്ചു. അവരുടെ കാര്യം അന്ന് സഭയിൽ സബ്മിഷനായിട്ട് അവതരിപ്പിച്ചത് ഞാനാണ്. CPM പ്രവർത്തകരാണെന്ന് അന്ന് നിഷേധിച്ചു. പിന്നീട് ഇപ്പോൾ ഉണ്ടായ സംഭവം എന്നാണ് നമ്മൾ കണ്ട കാര്യം. അവിടെ CPM സ്മാരകം നിർമ്മിച്ചു. രക്തസാക്ഷികളായി ഈ ഷൈജുവിനെയും സുബീഷിനെയും രക്തസാക്ഷികളായി പാർട്ടി പ്രഖ്യാപിക്കുകയും അവർക്ക് സ്മാരകം ഏർപ്പെടുത്തുകയും ആ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനത്തിന് ബഹുമാന്യനായ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ നോട്ടീസ് അടിക്കുകയും ചെയ്തു. വ്യാപകമായ പ്രതിഷേധമുയർന്നു. മാധ്യമങ്ങളിൽ അതിശക്തമായ പ്രതിഷേധമുയർന്നു. ഗോവിന്ദൻ മാസ്റ്റർ പോയില്ല. പകരം ജില്ലാ സെക്രട്ടറി MP ജയരാജൻ പോയി സ്മാരകം അവിടെ ഉദ്ഘാടനം ചെയ്തു. ഈ ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി മരിച്ചവർക്കാണ് സ്മാരകം. ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. കുടിയാമല ഇരിക്കൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്, എനിക്കും അറിയാം. കുടിയാമലയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പേര് ഞാൻ പറയുന്നു, KM ജോസഫിൻ്റെ വീട്ടിൽ ബോംബ് പൊട്ടി ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ. അന്ന് ബഹുമാന്യനായ പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ആ സംഭവത്തെ തള്ളി പറഞ്ഞു. പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞു. ജില്ലാ കമ്മിറ്റി പ്രസ്താവന ഇറക്കി. പാർട്ടിക്ക് പങ്കില്ല. വീട് വൃത്തിയാക്കുന്നതിനിടയിലാണ്. പിന്നീട് 1 മാസത്തിനുള്ളിൽ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി അവിടെ പോയി ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് കുടുംബ സഹായ ഫണ്ട്, അവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിച്ച് കുടുംബ സഹായ ഫണ്ട് നൽകി. നമുക്ക് ചർച്ച ചെയ്യാം സാർ, നമുക്ക് ചർച്ച ചെയ്യാം. നിഷേധിക്കാൻ കഴിയുമോ? എത്ര CPM പ്രവർത്തകരാണ്? കതിരൂർ പുല്ലിയോട് അങ്ങേക്കറിയാം. കതിരൂർ പുല്ലിയോട്
ബോംബ് നിർമ്മിക്കുമ്പോൾ 2 CPM പ്രവർത്തകർ മരിച്ചു. കുടിയാമല ഞാനിവിടെ പറഞ്ഞു, ചെറ്റക്കണ്ടി പറഞ്ഞു, കൊളാരിയിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ ഒരു CPM പ്രവർത്തകൻ മരിച്ചു. കല്ലിക്കണ്ടിയിൽ ഇവിടെ പറഞ്ഞു. BJP കാര്യം മരിച്ചിട്ടുണ്ട്. ചെറുവാഞ്ചേരിയിലും പൊയിലൂരിലും BJP പ്രവർത്തകർ മരിച്ചിട്ടുണ്ട് ബോംബ് നിർമ്മിക്കുമ്പോൾ. P. ജയരാജന്റെ എല്ലാം കേൾക്കാൻ പ്രയാസമുണ്ടാവും. മകന്റെ കയ്യിൽ P. ജയരാജൻ നിങ്ങൾക്കറിയാമല്ലോ. മകൻ P. ജയരാജന്റെ മകൻ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി അദ്ദേഹത്തിന് പരിക്ക് പറ്റി. ആദ്യം പറഞ്ഞു അത് വിഷുവിന് പടക്കം ഉണ്ടാക്കിയതാണ്. ചോദ്യം വന്നു, പത്രക്കാർ ചോദിച്ചു, നാട്ടുകാർ ചോദിച്ചു, ഞങ്ങൾ ചോദിച്ചു, വിഷുവിന് പടക്കം ഉണ്ടാക്കുന്നത് ഇതെല്ലാം 10-15 കൊല്ലം മുമ്പുള്ള ചരിത്രം പറയലെല്ലാം 10-15 മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. 10-15 മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. അടിയന്തര വിഷയങ്ങൾ പറയാം. അല്ല 20 കൊല്ലം മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. യെസ് പ്ലീസ് കം. യെസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നോ 20 അങ്ങനെയെങ്കിൽ 60 മുതൽ ചരിത്രം പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിത്രം പറയലല്ല അടിയന്തര പ്രമേയം. യെസ് പറ. യെസ് പറ. ബഹുമാനപ്പെട്ട അംഗം പറ. യെസ് സാറേ ഇത് കേൾക്കാൻ CPM ബെഞ്ചുകളിൽ ഇത് കേൾക്കാൻ സഹിഷ്ണുതയോടെ കേൾക്കാൻ അവർ കഴിയില്ല. CPM സംസ്ഥാന കമ്മിറ്റി വരെയാണല്ലോ, അവിടെ ചർച്ച ചെയ്യണം ഈ കാര്യങ്ങൾ. സണ്ണി ജോസഫ് ഇവിടെ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമോ എന്ന് പരിശോധിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾ അതിനെ വേദിയാക്കണം. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ അതിന് തയ്യാറാകണം. ഇവിടെ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ചർച്ചയ്ക്കാണ് ആവശ്യപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സാർ കക്കട്ടിൽ RMB പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞു. CPM പ്രവർത്തകർ തന്നെ. മണിയൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞു. കൂത്തുപറമ്പിൽ വനിതാ ലീഗിന്റെ പ്രവർത്തകർക്കെതിരെ വീടിന് നേരെ ബോംബെറിഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഒരു പ്രതിയെയും പിടിച്ചിട്ടില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം പാനൂരിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ മൻസൂർ എന്ന മുസ്ലിം ലീഗ് പ്രവർത്തകനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി CPM പ്രവർത്തകർ. അപ്പോൾ CPM ഇത് മുഖ്യമന്ത്രി പറഞ്ഞതിന് അപ്പുറത്ത് ഇത് CPMന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതലായിട്ട് ബോംബ് നിർമ്മാണം നടക്കുന്നത്. വളരെ തെളിഞ്ഞ കാര്യമാണ്, പ്രകടമായിട്ടുള്ള കാര്യമാണ്. ഈ പ്രതികൾക്കെല്ലാം ഒത്താശ ചെയ്യുന്നു, പാർട്ടി നേതൃത്വമാണ് ഒത്താശ ചെയ്യുന്നത്. ഫണ്ട് കൊടുക്കുന്നു, സ്മാരകങ്ങൾ നിർമ്മിക്കുന്നു, കേസുകൾ ഇല്ലാതാക്കുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു, പോലീസിനെ നിർവീര്യമാക്കുന്നു. സാർ ഒരുപാട് സംഭവങ്ങളിൽ പോലീസ് ബോംബ് കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു നിരവധി സംഭവങ്ങളിൽ. ഞങ്ങളുടെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടിയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലളിതമായ ചോദ്യം, ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഈ ബോംബ് എവിടെ വെച്ച് നിർമ്മിച്ചു, ആര് നിർമ്മിച്ചു? കതിരൂരിൽ നമുക്കറിയാം, ഒരു തോടിന് കുറുകയായിട്ട് ഒരു ഷെഡ് പോലെ ഉണ്ടാക്കി, ഒരു കുടില് പോലെ ഉണ്ടാക്കിയിട്ട് പാലം വെച്ച് കുടില് പോലെ ഉണ്ടാക്കി ഞാൻ പോയി കണ്ട സ്ഥലമാണ്. ഇപ്പോൾ ഷാഫി ഇന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ DCC പ്രസിഡന്റ് പോയി കണ്ടു തലശ്ശേരിയിലെ എരഞ്ഞോളിയിലെ സ്ഥലത്തേക്ക്. അവിടെ തോടിന് പാലം പോലെ ഉണ്ടാക്കി, കുടില് പോലെ അതിൽ കെട്ടി, അവിടെ വെച്ചാണ് ബോംബുണ്ടാക്കിയത്. അവിടെ പയ്യൻ പരിക്ക് പറ്റിയ കൈ പോയ അങ്ങേക്ക് അറിയാം, നന്നായിട്ടറിയാം. ആ പയ്യൻ്റെ വീടടിയാ മാഹിയില. തലശ്ശേരിയിലെ കതിരൂരിൽ വന്ന് ഈ ബോംബ് മാഹിക്കാരൻ വന്ന് കെട്ടണമെങ്കിൽ അതിന് നേതൃത്വത്തിൻ്റെ ഒത്താശയുണ്ട്, പണമുണ്ട്, സാധന സാമഗ്രികൾ നൽകുന്നുണ്ട്, പ്രോത്സാഹനം നൽകുന്നുണ്ട്, ഗൂഢാലോചന നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഭവങ്ങളിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ഇതാരെ ലക്ഷ്യം വെച്ചാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നത്? ആർക്ക് നേരെ എറിയാനാണ്? ഷെറിൻ മരിച്ച സംഭവത്തിൽ, കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പിൽ, വടകര തെരഞ്ഞെടുപ്പിൽ ആർക്കെതിരെ ഉപയോഗിക്കാനാണ് ഈ ബോംബ് നിർമ്മിച്ചത്? അതുകൊണ്ടാണ് സാർ ഷാഫി പറമ്പിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? AK ബാലൻ വേവലാതിപ്പെട്ടു, ഈ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ഈനാമ്പേച്ചി മരപ്പെട്ടിയും ചിഹ്നമാകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞത്, അങ്ങനെ പോയാൽ, ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം എന്ന് നിങ്ങളെ ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട് വന്നു. പാർട്ടി ആക്ഷേപിച്ച് പറയേണ്ടതായിട്ട്. അത്തരത്തിൽ നിങ്ങൾ ബോംബ് നിർമ്മാണം നിങ്ങൾ ആയുധമാക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിനെ ന്യായീകരിക്കുന്നു, കേസുകളിൽ നിന്ന് പ്രതികൾക്ക് രക്ഷ നൽകുന്നു, അതിന് പണം നൽകുന്നു, രക്തസാക്ഷികളെ നിങ്ങൾ പ്രഖ്യാപിച്ച് സൃഷ്ടിക്കുന്നു, അതിനെ ബഹുമതിയാക്കി മാറ്റുന്നു. അത് അവസാനിപ്പിക്കണം. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം, ബോംബ് നിർമ്മാണം തടയണം, യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, പരിക്ക് പറ്റി മരണപ്പെട്ട വേലായുധൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം. ഈ കാര്യം ഏറ്റവും ഗൗരവമേറിയതാണ്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം കണ്ണൂർ ജില്ലയിലെ ബോംബുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളാണ് വിശദമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്.
ഞാനതിൻ്റെ പഴയ ചരിത്രത്തിലേക്കൊന്നുമല്ല ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. പഴയ ചരിത്രം പരിശോധിച്ചാൽ എവിടുന്നാണ് ബോംബിൻ്റെ തുടക്കം എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അറിയില്ലേ? നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ പറയുന്ന ആൾക്കറിയില്ല, പക്ഷേ നേരത്തെ സംസാരിച്ച ആൾക്കറിയാം. അത് പന്തക്കപ്പാറയിൽ ഓർമ്മയില്ലേ? കുളങ്ങരയത്ത് രാഘവൻ. ഇനി ഞാൻ കൂടുതൽ പറയണം. കുളങ്ങരയത്ത് രാഘവൻ എന്ന് പറയുന്നത് അന്നത്തെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടയാളാണ്. സർ, അതൊരു ബീഡി തൊഴിലാളിയായിരുന്നു. ആ ബീഡി ബ്രാഞ്ചിൽ തൊഴിലെടുക്കുന്ന ഘട്ടത്തിലാണ് അന്ന് ഒരു സംഘം ആളുകൾ ഈ ചെറിയൊരു ബാഗ് ഇങ്ങനെ തൂക്കിപ്പിടിക്കുന്ന ബാഗില്ലേ, ആ ബാഗിൽ ബോംബ് വിട്ട് വന്ന് അതിൽ നിന്ന് ബോംബെടുത്ത് എറിയായിരുന്നു. ബഹുമാനപ്പെട്ട അംഗത്തിന് അത് അറിയാതിരിക്കാൻ വഴിയില്ലായിരുന്നു. അവിടെ നിന്നാണല്ലോ തുടക്കം. അതേവരെ കണ്ണൂർ ജില്ലയിൽ ഈ ബോംബ് എന്ന് പറയുന്നത് എന്താണെന്ന് സാധാരണഗതിയിൽ ആൾക്കറിയില്ലായിരുന്നു. പിന്നീടത് ഒരു ഘട്ടത്തിലല്ലേ അതെവിടം വരെ എത്തി? അവസാനം DCC ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന നിലയുണ്ടായല്ലോ. ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങൾ ചെന്നപ്പോൾ ആ മാധ്യമങ്ങളുടെ മുന്നിലാണല്ലോ ഇത് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവരാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പുക മാത്രം വരുന്ന ബോംബ്, ഇത് മാരകമായ ശേഷിയുള്ള ബോംബ്, 3-4 തരം ബോംബ് ഇങ്ങനെ കാണിക്കുകയായിരുന്നു. അത് DCC ഓഫീസിലായിരുന്നല്ലോ. ഇതിൽ നിന്നെല്ലാം കണ്ണൂർ ജില്ലയിൽ പഴയ കാലത്തിൽ നിന്ന് വലിയ മാറ്റം പിന്നീട് വന്നല്ലോ. ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷം പൊതുവെ നിലനിൽക്കുന്നൊരു ജില്ലയാണ് കണ്ണൂർ. ഇവിടെ സാധാരണ നിലയിൽ ഇത്തരമൊരു ബോംബ് നിർമ്മാണത്തിൻ്റേതായ ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. അത്രയും സമാധാനപരമായ അന്തരീക്ഷം ഇപ്പം നമ്മുടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ബോംബ് നിർമ്മിക്കുന്ന പ്രക്രിയ ഉണ്ടായിരിക്കുന്നു. അതിനോടൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവവും സർക്കാർ കാണിക്കുന്നില്ല. ഇപ്പോൾ പാനൂരിലുള്ള സംഭവം ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കർക്കശമായ നടപടിയാണ് അതിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചതും ഒരു ഹതഭാഗ്യനായ വളരെ പ്രായമുള്ള ഒരാളാണ് ഇവിടെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. തീർത്തും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന് അങ്ങ് പറഞ്ഞ പോലെ മോഹനന് യാതൊരു ബന്ധവുമില്ല. മോഹൻ്റെ പറമ്പിലായി എന്നല്ലാതെ മറ്റേ ആ പറമ്പുകാരനാണെന്നൊന്നും നമ്മളതിന് വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. ആ പറമ്പ് അദ്ദേഹത്തിൻ്റെതാണെന്ന് മാത്രം, അത്രയേ കാണുള്ളൂ. അവിടെ ആ സംഭവം ഗൗരവമായി അന്വേഷിക്കും. എവിടുന്നാണ് ഇത്തരമൊരു ബോംബ് അവിടെ എത്തിച്ചേർന്നത്, അതുമായി ബന്ധപ്പെട്ട് തന്നെ അന്വേഷണം നടത്തും. പിന്നെ അങ്ങ് പറഞ്ഞ മറ്റേ ഭാഗം ശരിയല്ല. ഈ ഇത്തരം ഒരു പ്രദേശത്ത് സംഭവം ഉണ്ടായാൽ ആളുകൾ ഓടിക്കൂടുമല്ലോ. ആ ഓടിക്കൂടുന്നത് ഈ പിന്നെ അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് നശിപ്പിക്കാനല്ലല്ലോ. നമ്മുടെ എല്ലാം നാട്ടുപുറങ്ങളിലൊരു സാധാരണ രീതിയല്ലേ ആളുകളെല്ലാം ഓടിക്കൂടുന്നത്. പോലീസും അതേ വേഗതയിൽ തന്നെ അവിടെ എത്തുന്നുണ്ട്, വലിയ താമസമില്ലാതെ തന്നെ എത്തുന്നുണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കുന്ന നടപടിയൊന്നും നാട്ടുകാർ സ്വീകരിച്ചിട്ടില്ല. അതങ്ങനെ കഴിയുന്നതുമല്ല. കാരണം എല്ലാവരും കൂടി ഓടിയെത്തുകയാണ് ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ. ഏതെങ്കിലും ഒരു കൂട്ടർ വരണമെന്നൊന്നും പറയുന്ന അവസ്ഥയുണ്ടാവില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ അന്വേഷണം നടത്തും. എവിടുന്നാണ് ഇതിൻ്റെ ഉറവിടമെന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുകയും ചെയ്യും. അങ്ങ് പറയുന്ന കൂട്ടത്തിൽ നല്ല പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആതുര സേവന കേന്ദ്രത്തെ, ഒരു ആശുപത്രിയെ ചെറിയ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയുണ്ടായി. അത് അങ്ങേപ്പോലെ ഒരാളിൽ നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു. കാരണം തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എല്ലാവരും ആശ്രയിക്കുന്നൊരു ഹോസ്പിറ്റലല്ലേ.
അത് CPM-കാർ മാത്രം ചികിത്സിക്കുന്നൊരു കേന്ദ്രമല്ല. അങ്ങനെയാണ് അങ്ങ് അതിനെ ചിത്രീകരിക്കാൻ നോക്കിയത്. എല്ലാവരും ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ്, എല്ലാവരും എത്തിപ്പെടുന്ന ഒരു ചികിത്സാലയമാണ്. അതിലൊന്നും മറ്റു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ല. ഇപ്പോൾ അവിടെ മാർക്സിസ്റ്റുകാർ മാത്രമാണ്, ഇപ്പോൾ ഈ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ കോൺഗ്രസ്സുകാർ മാത്രമാണ്. നാട്ടുകാരാകെ ഇവിടെയൊക്കെ ചികിത്സിക്കില്ല, അതല്ലേ നമ്മുടെ ഒരു രീതി. എന്തിനാണ് അങ്ങനെ അങ്ങ് ചിത്രീകരിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ ഗൗരവമായി ചികിത്സ നടക്കുന്ന സ്ഥലമാണ്. കുറ്റവാളികൾക്ക് സംരക്ഷണം ഒരുക്കുന്നൊരു കേന്ദ്രമല്ല അത് എന്നത് ഇതേവരെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. ഇവിടെ മറ്റൊരു കാര്യം, ഈ സംഭവം അതീവ ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. ഇത് പാനൂരിൽ നേരത്തെ ഉണ്ടായി, ഇപ്പോൾ എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ബോംബിനെ പറ്റിയുള്ള ഗൗരവമായ അന്വേഷണം, ഇതിനെക്കുറിച്ച് മാത്രമല്ല, എവിടെയെങ്കിലും ബോംബുണ്ടോ, ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ, അത് ഗൗരവമായി അന്വേഷിച്ച് നടപടികൾ എടുക്കുന്നതാണ്. പോലീസിന് ആവശ്യമായ നിർദ്ദേശം അക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് പലവിധ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഇതിനെല്ലാമുള്ള ശ്രമം നടക്കുക. അതിനെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ പള്ളിയിൽ നടന്ന ആക്രമണം നമുക്ക് ഓർമ്മയില്ലേ? അതെങ്ങനെയാണ് അയാൾ പഠിച്ചതെന്നൊക്കെയുള്ള വിവരങ്ങൾ പിന്നീട് വന്നില്ലേ, പുറത്തു വന്നില്ലേ? അതാണ് ഇന്നത്തെ കാലം. ഇതിൻ്റെ ഭാഗമായിട്ട് പലരും പലതരത്തിലുള്ള പരിശീലനങ്ങൾ, പ്രയോഗങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. നമ്മളെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ചാർത്തി അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇത്തരം കുറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാവും, ഗൗരവമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും. ശക്തമായ റെയ്ഡ് വേണമെങ്കിൽ റെയ്ഡ് അടക്കം നടത്തിക്കൊണ്ടുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കും. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെക്കുന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന ഒരു കാലവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, നിങ്ങൾക്ക് കണക്റ്റില്ല. നിങ്ങൾ 25 or 50 കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കുക. ഞാൻ ചോദിക്കട്ടെ, എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത്? എത്ര പാർട്ടിക്കാരാണ് സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത്? എത്ര പേരുടെ കയ്യും കാലും പോയി സാർ? നിരപരാധികളായ മനുഷ്യർ. ഇവിടെ സണ്ണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയ സ്ത്രീകൾ, പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, എത്ര കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്? എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ട്? നിങ്ങൾ ഉണ്ടാക്കിയ ആക്രി പറക്കാൻ പോയ പാവങ്ങൾ, ആസാമിൽ നിന്ന് വന്നവർ, പിതാവും മകനും, എത്ര മനുഷ്യരാണ്? എൻ്റെ കയ്യിൽ കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റിയതിൻ്റെ മരിച്ചതിൻ്റെ ലിസ്റ്റ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, ക്രിക്കറ്റ് ബോൾ തെറിച്ച് കാട്ടിലേക്ക് പോയപ്പോൾ അത് പറക്കിയെടുക്കാൻ പോയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ പേർ ഐസ്ക്രീം ബോക്സിൽ കൊണ്ടുവന്ന് ബോംബ് വച്ചപ്പോൾ അത് ഐസ്ക്രീമാണ് എന്ന് കരുതി കളിക്കളത്തിൽ അത് തുറന്ന കുട്ടികൾ, എത്ര കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ പറയാം. എല്ലായിടത്തും ഈ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കി വെക്കുകയാണോ? എല്ലാ സ്ഥലത്തും. സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ദുരൂഹമായ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം. സാർ, 85-90 വയസ്സ്, 85-നും 90 വയസ്സിനിടയിലുണ്ട് ഇപ്പോൾ മരിച്ച ആ വയോധികൻ. പറമ്പിൽ തേങ്ങ പറക്കാൻ പോയ ആളാണ്. കണ്ടിട്ട് ഈ സ്റ്റീൽ പാത്രം കണ്ട് അതിനകത്ത് എന്താണെന്ന് പൊട്ടിച്ചു നോക്കിയതാ. സാർ, മുഖം പോലും ഉണ്ടായില്ല, വികൃതമായി. എത്ര ക്രൂരമായ രീതിയിലാണ് സാർ ഒരു നിരപരാധി കൊല ചെയ്യപ്പെട്ടത്. നിങ്ങളിത് ആർക്കെതിരെയാണ് സാർ ബോംബുണ്ടാക്കുന്നത്? ഈ സംഭവം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. 2 പാർട്ടി ഗ്രാമങ്ങളിലുണ്ടായ പാർട്ടിയുടെ തന്നെ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ്. അവരൊരു ഉത്സവത്തിന് വന്നപ്പോൾ ഈ കുണ്ടുകുളത്തുനിന്ന്, കൊടക്കുളത്തുനിന്ന് വന്നവരെ നേരത്തെ മർദ്ദിച്ചു. അവർ കേസൊക്കെ കഴിഞ്ഞ് പുറത്തു വന്ന് ഈ കിസാൻ സംഘത്തിൻ്റെ, കർഷക സംഘത്തിൻ്റെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തി, നിന്നെയെല്ലാം ശരിപ്പെടുത്തുമെന്ന്. അവർ വീണ്ടും വരുമ്പോൾ
വീണ്ടും ആക്രമിക്കാൻ വരുമ്പോൾ അവരെ എറിയാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിക്കാർക്കെതിരായി എറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ബോംബാണിത്. ആർക്കറിയാൻ പാടാത്ത അങ്ങാടിപ്പാട്ടല്ലേ ഇതെല്ലാം. 2 ക്രിമിനൽ സംഘങ്ങൾ, നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ, CPM-ന്റെ നേതാക്കന്മാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, അവർ തന്നെ പിന്തുണ കൊടുക്കുന്ന, അവർ തന്നെ കുടപിടിച്ചു കൊടുക്കുന്ന 2 ക്രിമിനൽ സംഘങ്ങൾ, വേറെ ആരുമല്ല. ആ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിന് അവർ പകരം ചോദിക്കാൻ വരുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് ഈ കർഷക സംഘത്തിന്റെ ഓഫീസിന്റെ പുറകിൽ ഈ സാധനം അവരെ എറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഇത് എവിടെയാണ് സാർ ഇത് നടക്കുന്നത്? ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? എത്രമാത്രം അവര് ഈ പാനൂരിൽ തുടർച്ചയായ ബോംബ് സ്ഫോടനം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് കാലത്തൊരു ബോംബ് സ്ഫോടനം ഉണ്ടായി. നിങ്ങൾ എന്തായാലും RSSകാര് എറിയാൻ വച്ചാലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അന്ന് വന്നതിന് ശേഷം അങ്ങ് നേരത്തെ വളരെ അഭിമാനത്തോടു കൂടി ഒരു സംഘർഷമൊന്നുമില്ല ഇപ്പോൾ. കാരണം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് രഹസ്യമായി RSS നേതാക്കളുമായി ചർച്ച ചെയ്ത് നിങ്ങളെല്ലാം ഒതുക്കി നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായി. നല്ല കാര്യം, വഴക്കുണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ആർക്കെതിരെയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ബോംബുണ്ടാക്കി വെച്ചത്? ഞങ്ങളെറിയാനാ? ഞങ്ങൾ ഈ പാവങ്ങളെ എറിയാൻ വേണ്ടിയിട്ടോ? വടകരയിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. കഴിഞ്ഞ വർഷം 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനെ ബോംബെറിഞ്ഞ് കൊന്നത് പാനൂരിൽ. അതേപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആരെ കൊല്ലാൻ? അവിടെ ഇരിക്കെ പ്ലീസ്. അങ്ങ് സംസാരിച്ചോ. പ്ലീസ് അങ്ങ് സംസാരിച്ചോ. അവിടെ ഇരിക്കെ അങ്ങ് സംസാരിച്ചോ. അവിടെ ഇരിക്കെ പ്ലീസ്. അവിടെ ഇരിക്കെ. അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ്. അദ്ദേഹം സംസാരിക്കട്ടെ. അവിടെ ഇരിക്കെ. അദ്ദേഹം സംസാരിക്കട്ടെ. യെസ് സംസാരിച്ചോ. സാർ, പാനൂരിലെ ഷെറിൻ കൊല്ലപ്പെട്ടപ്പോൾ അറസ്റ്റിലായത് മുഴുവൻ പാർട്ടിക്കാരല്ലേ അറസ്റ്റിലായത്? DYFIക്കാരൻ അറസ്റ്റിലായി. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അവിടെ പോയി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞെന്താ? ഇത് മനഃപൂർവ്വമായിട്ട് അവരെ പ്രതിയാക്കിയതാണ് നിങ്ങളുടെ പോലീസ്. അതായത് ബോംബ് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിന് ഓടിയെത്തിയ DYFIക്കാരനെ പ്രതിയാക്കിയെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോലീസിനെ കുറിച്ച് ആക്ഷേപിച്ചത്. കണ്ണൂർ പോയിട്ട് നിങ്ങളുടെ പോലീസിനെ കുറിച്ചാണ് ആക്ഷേപിച്ചത്. എന്ന് മുതലാണ് സാർ ബോംബ് നിർമ്മാണത്തിന് സന്നദ്ധ പ്രവർത്തനം എന്ന് ഓമന പേരിട്ട് നിങ്ങളുടെ പാർട്ടി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്? ബോംബ് നിർമ്മാണം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തവൻ സന്നദ്ധ പ്രവർത്തനത്തിന് വന്നവനാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ ഏത് സംഭവം ഉണ്ടായാലും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയും. ഇവിടെ സണ്ണി ജോസഫ് പറഞ്ഞു. എന്നിട്ട് 2-3 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരുടെ കുടുംബത്തെ സഹായിക്കും. അപ്പം നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഏർപ്പാടല്ലേ ഇത്? അതുകൊണ്ടാണല്ലോ. എങ്ങനെയാ സാർ? എന്തൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. നിരപരാധികളെ കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ബോംബ് നിർമ്മാണം നടത്തുന്നവർ എങ്ങനെയാണ് സാർ ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയുടെ രക്തസാക്ഷികളായി മാറുന്നത്? ക്രിമിനലുകളെയാണോ നിങ്ങൾ രക്തസാക്ഷികളാക്കി മാറ്റുന്നത്? അവരെയാണോ നിങ്ങൾ മാറ്റുന്നത്? ബോംബ് നിർമ്മാണം, വേറൊരാളെ കൊല്ലാൻ ബോംബ് ഉണ്ടാക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നയാൾ പിന്നീട് രക്തസാക്ഷിയായി മാറുകയാണ്. എന്തൊരു ലോകത്തെവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? തീവ്രവാദികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത സംഭവങ്ങളല്ലേ സാർ ഇത് മുഴുവൻ ഉണ്ടാക്കേണ്ടത്? നിങ്ങൾ എന്നിട്ട് ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷം കൊണ്ട് അങ്ങ് ഇവിടെ തന്ന മറുപടി എൻ്റെ കയ്യിലുണ്ടല്ലോ. 32 പേരാണ് ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടത്. 32 പേർ. 89 പേര് പരിക്ക് പറ്റി കിടക്കുകയാണ്, കൈയും കാലും ഇല്ലാതെ, മുഖം വികൃതമായി കിടക്കുകയാണ്. എന്നിട്ടാണ് നടപടിയെടുക്കും. എവിടെയാണ് സാർ പോലീസ്? സാർ, ഇവിടെ തന്നെ ഈ കേസിൽ പോലീസ് 3 റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തു. ആദ്യത്തെ 3 റിമാൻഡ് റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രതിയോഗികളോട് നേരിടാൻ വേണ്ടിയിട്ടാണ് ബോംബ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. 3 റിമാൻഡ് റിപ്പോർട്ടിൽ 4ാമത്തെ റിമാൻഡ് റിപ്പോർട്ട് ആയപ്പോഴേക്കും മാറി. അതേത് ഉത്സവത്തിലുണ്ടായ തർക്കമാണെന്ന് പറഞ്ഞു. 3 റിമാൻഡ് റിപ്പോർട്ട് കൊടുത്ത പോലീസിനെ കൊണ്ട് 4ാമത്തെ റിമാൻഡ് റിപ്പോർട്ട് മാറ്റി എഴുതിച്ചത് ആരാണ് സാർ? ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഈ ക്രിമിനൽ ആക്ടിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ്? ഇതിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ആരാണ്? എന്നിട്ട് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരെ
പൊതുജന മധ്യത്തിൽ ആദരിക്കാൻ പോകുന്നത് ആരാണ്? അപ്പൊ നിങ്ങൾ അവരെ മഹത്വവൽക്കരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അത് പ്രോത്സാഹനമായി മാറുകയാണ്. അങ്ങ് പറഞ്ഞതുപോലെ മറ്റേ എറണാകുളത്ത് ബോംബെറിഞ്ഞവൻ സോഷ്യൽ മീഡിയയിൽ കണ്ട് ബോംബുണ്ടാക്കിയണ പോലെ ബോംബുണ്ടാക്കുവാണോ കണ്ണൂരിൽ? അതുപോലെ ബോംബുണ്ടാക്കുകയാണോ? പാർട്ടി ഗ്രാമങ്ങളിൽ വേറെ ആർക്കും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവിടെ എന്താ പറഞ്ഞത്? ഈ സംഭവം ഉണ്ടായപ്പോൾ ഒരു സംഘം വളഞ്ഞു പ്രദേശം മുഴുവൻ തെളിവുകളും മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പോലീസ് വന്നത്. ഇന്നത്തെ പോലീസിന് വരാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് പോലീസോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ പോലീസ് അവിടെ നിൽക്കും. ഇനി പോലീസിനോട് വന്നോളാൻ അവർ തന്നെ പറയുമ്പോഴാണ് പോലീസ് വന്ന് ഇതെല്ലാം ചെയ്തത്. എല്ലാ തെളിവുകളും ഇത് സാർ എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ. പോലീസിന് ഭയമാണ് സാർ. പോലീസിന് അങ്ങ് പറഞ്ഞല്ലോ റെയ്ഡ് നടത്തും, പിടിക്കും. എവിടെ റെയ്ഡ് നടത്തി? എവിടെ വാഹന പരിശോധന നടത്തി? അവർക്ക് ഈ സ്ഥലങ്ങളെല്ലാം അറിയാലോ. ഇപ്പോൾ പറമ്പിൽ ഈ സാധനം ഉണ്ടായി ഇല്ലെന്ന് ആരറിയാം? സാറേ എഴുതി വെക്കാൻ പറഞ്ഞൊരു ബോർഡ്, ചില വീടിന്റെ മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്നത് പോലെ ഈ പറമ്പിൽ സ്റ്റീൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കി. നിങ്ങൾ കൊണ്ടുപോയി വയ്ക്കുന്നവരെ എഴുതി വെക്കാൻ പറ. ഇല്ലേ പാവങ്ങൾ മരിക്കും, കുഞ്ഞുങ്ങൾ മരിക്കും, ഒരിക്കലും കുഞ്ഞുങ്ങൾ മരിക്കും. മനസ്സിലായില്ലേ? ഈ പറമ്പിലൊക്കെ നടക്കുന്നത് കുട്ടികൾ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളൊക്കെ മരിക്കുകയാണ്. എത്ര പേരുടെ ലിസ്റ്റാണ് സാർ? ഇതൊന്ന് അവസാനിപ്പിക്കുക. നിങ്ങൾ ആയുധം താഴെ വെക്കുക. നിങ്ങൾ ഈ ബോംബ് നിർമ്മാണം നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റിലേക്ക് വരൂ. രാഷ്ട്രീയം ഒരു പരിഷ്കൃത സമൂഹത്തിന് മുഴുവൻ അപമാനകരമായ കാര്യങ്ങളാണ് കേരളത്തിലെ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ ജനങ്ങൾ ഈ താക്കീത് നൽകിയിട്ടും ഞാൻ പ്ലീസ് അവിടെ ഇരിക്കെ പ്ലീസ്. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന പ്ലീസ് അവിടെ ഇരിക്കെ, അദ്ദേഹം പറയട്ടെ. യെസ് അങ്ങ് പറഞ്ഞു. സാർ ഞാൻ ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ കാര്യമല്ല ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബോംബ് വെച്ച കാര്യമാണ് പറഞ്ഞത്. ഇത്ര ചൂടാവേണ്ട കാര്യമില്ല, ഇത്ര ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ട്രാൻസ്പോർട്ട് ഡ്രൈവറെ റോട്ടിൽ വെച്ച് പെരട്ടിയ കാര്യമല്ല ഞാൻ പറഞ്ഞത് ബോംബ് നിർമ്മാണത്തിന്റെ കാര്യം. സാർ അതുകൊണ്ട് സർക്കാർ ഈ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. സാർ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒത്താശയോടുകൂടി ബോംബ് നിർമ്മാണം നടക്കുകയും നിരപരാധികൾ മരിക്കുകയും സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും സർക്കാരും പോലീസും ചെയ്യുന്നില്ല. സർ അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. നിർഭാഗ്യകരമായ സംഭവങ്ങൾ തുടരെ ആവർത്തിക്കാം. ഏതെങ്കിലും ഒരു സംഭവം ഒരൊറ്റപ്പെട്ട സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അതല്ല, നിരന്തരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഈ ഭൂതത്തിനെ തുറന്നു വിട്ടത് അബദ്ധമായി. കാരണം ഇപ്പോൾ നിങ്ങളുടെ പോലും കൺട്രോളിലല്ല. ആയിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ക്ലൈമാക്സിൽ ആ ഇലക്ഷനിൽ തന്നെ വലിയ ദോഷമുണ്ടാക്കുന്ന തരത്തിൽ ഈ സ്ഫോടനം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം കൺട്രോളിലല്ലാത്ത ഈ സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ നിരപരാധികളാണ് നിരന്തരം, കുഞ്ഞുങ്ങൾ, കുട്ടികൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് വളരെ പ്രായം ചെന്ന ഒരാൾ പറമ്പിലിറങ്ങി നടന്നുകൂടാ, വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടാ, എവിടെയാണ് ബോംബുണ്ടാവുക എന്നറിയില്ല. ഈ ഒരു സ്ഥിതി സർ ഇവിടെ പറഞ്ഞു ബോംബിന് നടക്കുമ്പോൾ ബോംബുണ്ടാവും എന്നൊരു വാണിംഗ് അങ്ങനെ കൊടുത്തിരുന്നു. അവിടെ സൂക്ഷിക്കണം എന്നുള്ളത് ജില്ലാധികൃതർ അനാഥമായി കിടക്കുന്ന, ഇങ്ങനെ ശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ കയ്യിലെടുക്കരുത് എന്ന് വാണിംഗ് കൊടുത്തിരുന്നു. അപ്പോൾ ഇതൊരു വാർത്ത പോലും അല്ലാതായി കേൾക്കുന്നവർക്ക്. സർ അതുകൊണ്ട് ഗവൺമെൻറ്റാണ് ചിന്തിക്കേണ്ടത്. സർ ഇവിടെ ഒരു ശരിയായ വിശദീകരണം വരാത്തത് ഇവരെന്തിനു ഹോണർ ചെയ്യുന്നു എന്നുള്ളതിനാണ്. ബോംബുണ്ടാക്കുന്ന ആളുകൾ അത് പൊട്ടി മരിച്ചാൽ അവരെ പിന്നീട് പാർട്ടി ഓൺ ചെയ്യുകയും ഹോണർ ചെയ്യുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ? സർ അതാണ്. അത് നിർത്തി ഇതിനെതിരായി പൊളിറ്റിക്കലായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടും ഇച്ഛാശക്തിയോടുകൂടി നടപടിയെടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം. ആ ഇച്ഛാശക്തിയോടുകൂടി നടപടിയെടുക്കാൻ തയ്യാറാവാത്തതാണ് പിന്നെയും ഉത്തരവാദിത്തപ്പെട്ട വലിയ നേതാക്കന്മാർ തന്നെ പോയി അവരെ ഹോണർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ നിൽക്കുമോ? അതിനൊരു പ്രോപ്പർ വിശദീകരണം വരാത്തതുകൊണ്ടാണ് ഇപ്പുറത്തുനിന്ന് ആരോപണങ്ങൾ പിന്നെയും വരുന്നത്. സർ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത്
നിരന്തരം ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾ കേരളത്തിന് തന്നെ അപമാനകരമാണ്, സമൂഹത്തിന് അപമാനകരമാണ്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിൽ ചെയ്യാതെ ഞാനും എൻ്റെ പാർട്ടി പോസ്റ്റ്. സാറ്, ഈ ബോംബ് നിർമ്മാണം മഹത്തായൊരു കാര്യമായി കണ്ട് അവരെ ആദരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗൗരവതരമായ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകത്തിൽ പ്രതിഷേധിച്ച് ഞാനൊരു കക്ഷി പോക്കോട്ടെ. സാർ, നമ്മുടെ നിയമസഭയിൽ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് സാർ ഈ സ്റ്റീൽ ബോംബ് സ്ഫോടനത്തെ സംബന്ധിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടി വരുന്നത്? ഇതിനെ സംബന്ധിച്ചൊക്കെ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി നൽകുന്ന അതേ മറുപടി തന്നെ അദ്ദേഹം ആവർത്തിക്കുകയാണ്. പക്ഷേ തുടർക്കഥയായി ഈ ബോംബ് സ്ഫോടനങ്ങൾ അവിടെ നടക്കുന്നു, നിരപരാധികൾ കൊല്ലപ്പെടുന്നു. സാർ, ഇതിനെ സംബന്ധിച്ച് പോലീസിന് യാതൊരു രീതിയിലും അന്വേഷിക്കാനോ ഇടപെടാനോ കഴിയുന്നില്ല എന്ന പരമമായ യാഥാർത്ഥ്യമാണ്. അതാണ് ഇവിടെ നേരത്തെ പ്രതിപാദിച്ചത്. പോലീസ് പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു, പോലീസിൻ്റെ കൈകൾ ബന്ധസ്ഥപ്പെടുത്തിയിരിക്കുകയാണ്. സാർ, ഈ വിഷയത്തെ ഗവൺമെൻറ് ഗൗരവമായി കണ്ടില്ലെങ്കിൽ ഇതിനിയും ആവർത്തിക്കും. അനവധി പേർ ഇനിയും അവിടെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം വരും. ഈ അക്രമ രാഷ്ട്രീയത്തിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സർക്കാർ അഴിമതിക്കെതിരെ മാത്രമുള്ളതല്ല, ഇത്തരത്തിലുള്ള ബോംബ് സംസ്കാരത്തിനെതിരെ കൂടിയുള്ള മുന്നറിയിപ്പാണ് ജനങ്ങൾ നൽകിയത്. അതും കൂടി ഓർക്കണമെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യാതെ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്തു. സർ, കണ്ണൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഒരു കുടിൽ വ്യവസായം പോലെ ഈ ബോംബ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. എത്ര മനുഷ്യരാണ് സാർ ഈ ബോംബ് നിർമ്മാണത്തിൽ മരണപ്പെട്ടു പോകുന്നത്? എത്ര യുവാക്കളുടെ, എത്ര ചെറുപ്പക്കാരുടെ, എത്ര ആളുടെ കയ്യും കാലുകളുമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും ഇതിനൊരു അറുതി വരുന്നില്ല എന്നുള്ളതാണ്. ആ പാർട്ടി ഒരു ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബോംബ് നിർമ്മാണം നടക്കുകയാണോ എന്ന് പോലും സംശയിക്കുകയാണ്. ഇത് പോലീസ് മാത്രം വിചാരിച്ചതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല സാർ. ആ പാർട്ടിയുടെ ആളുകൾ, CPM-ൻ്റെ നേതൃത്വം തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്തൊരു ഇത്തരം നിർമ്മാണത്തെ നിർത്തിവെക്കാൻ, അല്ലെങ്കിൽ ബോംബ് നിർമ്മാണമല്ല, അക്രമ രാഷ്ട്രീയമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. ബോംബ് നിർമ്മിക്കുന്നത് പോലീസും വളരെ നടപടിയെടുക്കുന്നതിൽ പോലീസും നിഷ്ക്രിയമാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര വീടുകളാണ് സാർ ബോംബ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ആക്രമിക്കപ്പെട്ടത്? ആർമിയുടെ ഒരു പ്രവർത്തകൻ്റെ വീട് കക്കട്ടിൽ ഒരു എന്താ പറയുക, ഒരു ചെറിയ തലനാര് ധരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുന്ന് രക്ഷപ്പെട്ടത്. അതിനടുത്ത് അയഞ്ചേരിയിൽ നടന്ന ബോംബ് എയറിൽ ഒരു ചെറിയ കുട്ടി, കിടന്നിറങ്ങുന്ന ഒരു കുട്ടി വളരെ തലനാരൊക്കെയാണ് അവിടെ രക്ഷപ്പെടുന്നൊരു അവസ്ഥയുണ്ടായത്. ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കണം. ഇതിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ല, പാർട്ടിയും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ വീണ്ടും ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ജാഗ്രതയോടുകൂടി ശക്തമായ നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറാകണം. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തത് പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തുന്നു. യെസ്, ഓർഡർ.